ഗുഡ് ഡേ ഡിയർ ആസ്പിറൻസ്, എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കേടെറ്റ് ഫിസിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കേടെറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റീനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം വേവ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ വേവിനെയാണ് നമ്മൾ മെയിൻലി 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമായിട്ടുള്ള വേവാണ് മെക്കാനിക്കൽ വേവ്. ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ വേവുകളെ നമ്മൾ മെയിൻലി 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഫസ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് സെക്കൻഡ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പ്രത്യേകത ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത്. അതായത് വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ പ്രത്യേകത വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പാരലായിട്ടായിരിക്കും പാർട്ടിക്കിൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയാണ് നോക്കുന്നത്. ഓരോ കേസും ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു സോളിഡിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി. ഇക്വേഷൻ ഓരോന്നും ഡിഫറെൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സോളിഡിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് കേട്ടോ. മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് 3 തരത്തിലുള്ള എലാസ്റ്റിക് മോഡുലസുകളുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. ഇത് റിജിഡിറ്റി മോഡുലസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ റൂട്ട് എടുക്കുന്നതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഒരു സോളിഡിൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വേവിൻ്റെ ആ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ. ഈറ്റ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, റിജിഡിറ്റി മോഡുലസ് ആണ്. അതായത് സ്പെസിഫിക് ഷേപ്പുള്ള ഒബ്ജക്ട്സുകളിൽ ഉണ്ടാകുന്ന മോഡുലസ് ആണ് റിജിഡിറ്റി മോഡുലസ്. അപ്പം നമ്മൾ റിജിഡിറ്റി മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, കാരണം പ്രോബ്ലം കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് സോളിഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ. റോ എന്താണ്? ഡെൻസിറ്റി ആണ് കേട്ടോ, ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി. നമുക്കറിയാം ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. സോ ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സോളിഡിൻ്റെ ഇക്വേഷൻ V ഈക്വൽ റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ് ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് m ആൻഡ് സ്ട്രെച്ച്ഡ് അണ്ടർ ടെൻഷൻ T. ഇനി വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ തന്നെ വെലോസിറ്റിയാണ്. എവിടെ? ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ് ഒരു സ്ട്രിങ്ങിൽ. നിങ്ങളിപ്പം ഒരു സ്ട്രിങ് എടുത്തിട്ട് ഒരു എൻഡിൽ ടൈ ചെയ്ത് വെക്കുന്നു. ഈ ഒരു എൻഡിലേക്ക് നമ്മളൊരു റോപ്പോ ഒരു സ്ട്രിങ്ങോ നമ്മൾ ടൈ ചെയ്യുന്നു. അടുത്ത എൻഡിൽ ഈ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ട്രിങ്ങിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എന്തുണ്ടാവും? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് T ബൈ M. T എന്ന് പറയുന്നത് ഇവിടെ ടെൻഷൻ ആണ് കേട്ടോ. ഈ വയറിൽ ഉണ്ടാവുന്ന ടെൻഷനാണ് T. T എന്ന് പറയുന്നത് വയറിൽ ഉണ്ടാവുന്ന ടെൻഷനാണ്. M എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് മാസിനെ നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് സ്മാളം മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ടോട്ടൽ മാസിനെ നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് സ്മാൾ എം. അതിനെ നമ്മൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ടെൻഷനും ഉണ്ട്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്. ഇവരെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കിട്ടും. സോ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് T ബൈ M ആണ്. T എന്ന് പറയുന്നത് ആ വയറിലുണ്ടാവുന്ന ടെൻഷനാണ് കേട്ടോ. ടെൻഷൻ ഒരു ഫോഴ്സ് ആണ്, മനസ്സിലാക്കി വെക്കുക. ടെൻഷനെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് വൺ വെലോസിറ്റി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മളിപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ 2 ഇക്വേഷൻസ് പഠിച്ചു അല്ലേ. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സോളിഡ് ആണെങ്കിൽ വെലോസിറ്റി √η/ρ. ഈറ്റ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കിട്ടും ഒരു സോളിഡ് ആണെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ആ സോളിഡ് ഒരു സ്ട്രിങ് ആണ്, സ്പെസിഫൈ ചെയ്ത് പറയുവാണ് അതൊരു സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √T/m. ടി എന്ന് പറയുന്നത് ടെൻഷനാണ്, എം എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാകുന്ന മാസ്സാണ്. അത് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് അവിടുത്തെ കേസിലെ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ പ്രത്യേകത, ഒരു വേവ് മൂവ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് പാരലായിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് വേവ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു, ഓരോ പാർട്ടിക്കിളും പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇനി ഓരോ കേസിലും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് സോളിഡ്, അതായത് നല്ല വലിപ്പമുള്ള ഒരു സോളിഡ് സർഫസ്, അതായത് ഇപ്പോൾ എർത്ത്, ക്രസ്റ്റ്, അതുപോലെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സോളിഡുകളിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് K+4/3 η/ρ. വെലോസിറ്റി ഇക്വേഷൻ √K+4/3 η/ρ. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഏത് കേസാണെന്ന് ഓർത്ത് നോക്കുക, ഒരു എക്സ്റ്റെൻഡഡ് സോളിഡ്, അതായത് നല്ല വലിപ്പമുള്ള ഏതെങ്കിലും ഒരു സോളിഡ് സർഫസ്, മെയിൻലി എർത്തിൻ്റെ ക്രസ്റ്റ് ആണ് കേട്ടോ. എർത്തിൻ്റെ ക്രസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയാണ് √K+4/3 η/ρ. ഓക്കെ, ഇവിടെ കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ വോളിയവുമായി റിലേറ്റ് ചെയ്തുണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് K+4/3 ഈറ്റ. ഈറ്റ നമ്മൾ നേരത്തെയും കണ്ടതാണ്. എന്താ? റിജിഡിറ്റി മോഡുലസ് ആണ്. ഷേപ്പുള്ള വസ്തുക്കളിൽ കാണപ്പെടുന്ന മോഡുലസ് ആണ് റിജിഡിറ്റി മോഡുലസ് ബൈ റോ. റോ എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൻസിറ്റി, മാസ് ബൈ വോളിയം ചെയ്ത് കിട്ടുന്ന ഡെൻസിറ്റി ആണ്. അപ്പം മനസ്സിലാക്കി വെക്കുക, ഒരു എക്സ്റ്റെൻഡഡ് സോളിഡ് ആണ് അല്ലെങ്കിൽ എർത്തിൻ്റെ ക്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് സോളിഡ് അല്ലെങ്കിൽ എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √K+4/3 η/ρ ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. ഈറ്റ എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടേം ഇല്ലേ, K+4/3 ഈറ്റ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി എന്നാണ് കേട്ടോ. ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി. കാരണം പല എക്സാമിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ. ഇത് ഓർത്ത് വെക്കുക. നമുക്കത് ഇവിടെ കിട്ടുന്ന ന്യൂമറേറ്ററിൽ കിട്ടുന്ന ഈ ടേം മൊത്തം ഇല്ലേ, K+4/3 ഈറ്റ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി എവിടെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോളിഡ് സർഫസ്, മെയിൻലി എർത്തിൻ്റെ ക്രസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇലാസ്റ്റിസിറ്റി ആണ്. അവിടെ ഉണ്ടാകുന്ന ഈ ന്യൂമറേറ്റർ ടേമിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ വാല്യൂ നോക്കി വെക്കുക, K+4/3 ഈറ്റ. കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, ഈറ്റ എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി ആണ്. നമ്മൾ എടുക്കുന്നത് ഒരു ലോങ് റോഡ് ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ എർത്ത് സർഫസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് √K+4/3 η/ρ ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ലോങ് റോഡാണ്, ഒരു നീളമുള്ള റോഡ്. റോഡ് എന്ന് പറഞ്ഞാൽ കമ്പിയാണ് കേട്ടോ. നീളമുള്ള ഒരു കമ്പി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √Y/ρ. Y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. റോ എന്ന് പറയുന്നത് ഇവിടെ ഡെൻസിറ്റി ആണ്. ഓക്കെ, √Y/ρ. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ √Y/ρ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഒരു ലിക്വിഡിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി. ഇപ്പം ലിക്വിഡ് എടുക്കുന്നു, ആ ലിക്വിഡിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി V = √K/ρ. K എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്.
റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇക്വേഷൻ ഒന്നും കൺഫ്യൂസ്ഡ് ആവരുത്, കാരണം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഓരോ സിറ്റുവേഷനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. കാരണം ചില സമയങ്ങളിൽ റിലേഷൻഷിപ്പ് ചോദിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം തന്നെ ഡയറക്റ്റ് ചോദിക്കും. നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പം നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഏതെങ്കിലും ഒരു ലിക്വിഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ √k/ρ ആണ്. കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √k/ρ. കെ ബൾക്ക് മോഡുലസ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഓക്കെ, അടുത്തത് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ തന്നെ. വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ എ ഗേഷ്യസ് മീഡിയം ഓഫ് ബൾക്ക് മോഡുലസ് കെ ആൻഡ് ഡെൻസിറ്റി റോ. അതായത് നമ്മൾ ഒരു ഗേഷ്യസ് മീഡിയത്തിൽ, നേരത്തെ നമ്മൾ കണ്ടു ഒരു ലിക്വിഡ് മീഡിയത്തിലൂടെയാണ് പോകുമ്പോൾ, ലിക്വിഡ് മീഡിയത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ √v/ρ. ഓക്കെ, എന്നാൽ ഇനി നമ്മളൊരു ഗേഷ്യസ് മീഡിയമാണ്, ഒരു ഗ്യാസിലൂടെയാണ് പോകുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ k/ρ. കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഇതാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഗേഷ്യസ് മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളൊരു മോഡിഫിക്കേഷനാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ന്യൂട്ടൺ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. അപ്പം ന്യൂട്ടൺ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഇതെന്ന് വെച്ചാൽ സൗണ്ട് ട്രാവൽസ് ത്രൂ ഗ്യാസ്. നമ്മളൊരു സൗണ്ട് വേവിനെ ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. ദ ചേഞ്ചസ് ടേക്ക് പ്ലേസിങ് ഇൻ ദ മീഡിയം ആർ ഐസോതെർമൽ ഇൻ നേച്ചർ. അന്നേരം ഈ ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ഒരു സൗണ്ട് വേവിനെ ഏതെങ്കിലും ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യാൻ അലോ ചെയ്യുന്നു. ഈ ഗേഷ്യസ് മീഡിയത്തിലൂടെ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഐസോതെർമൽ ഇൻ നേച്ചർ ആണ്. ഐസോതെർമൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കും ആ പ്രോസസ്സിനെ ഐസോതെർമൽ പ്രോസസ്സ്. സോ ഐസോതെർമൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ന്യൂട്ടൺസ് ഫോർമുല ഫോർ ദ സ്പീഡ് ഓഫ് സൗണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി, സ്പീഡിന് വേണ്ടി അദ്ദേഹം ഒരു ഇക്വേഷൻ കണ്ടെത്തി. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ നോക്കിയേ, കെ ഐസോതെർമൽ/ρ. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ, ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഇക്വേഷനാണ് വെലോസിറ്റി എന്ന് പറയുന്നത് √ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി. ബൾക്ക് മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു മീഡിയം, അതായത് നമ്മൾ എടുക്കുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്, അതായത് നമ്മൾ എടുക്കുന്നത് ഒരു സൗണ്ട് വേവ് ആണ്. അപ്പോൾ നമുക്കറിയാം സൗണ്ട് എന്ന് പറയുന്ന എന്ത് വേവ് തന്നെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ. ഒരു സൗണ്ട് വേവ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് റീജിയനും ഉണ്ട്, വളരെ പ്രഷർ കുറഞ്ഞ കുറച്ച് റീജിയനും ഉണ്ട്. ഈ പ്രഷർ കൂടിയ റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹൈ പ്രഷർ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. ഓക്കെ, ഹൈ പ്രഷർ റീജിയൻ കംപ്രഷൻ ആണ്. പിന്നെ അതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രഷർ കുറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്, ലോ പ്രഷർ റീജിയൻ ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയർഫാക്ഷൻ. അപ്പോൾ ഹൈ പ്രഷർ റീജിയൻ ആയിട്ടുള്ള കംപ്രഷനും ഉണ്ട്, ലോ പ്രഷർ റീജിയൻ ആയിട്ടുള്ള റെയർഫാക്ഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കംപ്രഷനും റെയർഫാക്ഷനും ചേർന്ന് വരുന്നതാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സോ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ഗ്യാസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ നമുക്ക് എഴുതാം √k/ρ ആണ് വെലോസിറ്റി. അപ്പം നമുക്കറിയാം സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലേ. അപ്പോൾ സൗണ്ട് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ √k/ρയ്ക്ക് പകരം നമുക്ക് k ഐസോതെർമലിന് എഴുതാം. ഐസോതെർമലിന് എഴുതാൻ കാരണം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ ന്യൂട്ടൺ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നോക്കിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു എക്സ്പാൻഷൻ, അതായത് ഇപ്പോൾ ഈ നടക്കുന്ന എക്സ്പാൻഷൻ ഐസോതെർമലാണ്. അതായത് നമ്മളൊരു ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു
2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ത്രൂ ഔട്ട് എത്ര തന്നെ ആയിരിക്കും 32 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ന ടേമിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്. അങ്ങനെ അദ്ദേഹം കെ ഐസോതെർമൽ ബൈ റോ, അതായത് ഐസോതെർമലിൻ്റെ സമയത്തുണ്ടാകുന്ന ബൾക്ക് മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഇക്വേഷന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് കെ ഐസോതെർമലിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് പി എന്ന് കൊടുക്കാം. പി എന്ന് പറയുന്നത് പ്രഷറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇക്വേഷൻ, സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, കെ ഐസോതെർമൽ ബൈ റോ. ഐസോതെർമലിൻ്റെ കേസിലുള്ള ബൾക്ക് മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ബൈ റോ. പി എന്ന് പറയുന്നത് പ്രഷറാണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. അപ്പോൾ റൂട്ട് ഓഫ് പി ബൈ റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റിയുടെ രണ്ടാമത്തെ ഇക്വേഷൻ റൂട്ട് ഓഫ് പി ബൈ റോ. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ വാല്യൂ കൊണ്ട് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 280 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സൗണ്ടിൻ്റെ വെലോസിറ്റി നമ്മൾ യൂഷ്വലി പറയുന്ന വാല്യൂ ഒന്നെങ്കിൽ 330 ആണ്, അല്ലെങ്കിൽ 340, 350 റേഞ്ച് ഒക്കെയാണ് സൗണ്ടിൻ്റെ സ്പീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 330 to 350 റേഞ്ച് വരും കേട്ടോ. കാരണം പല ടെക്സ്റ്റുകളിലും പല വാല്യൂസ് ആണ് വരുന്നത്. 330 വരാറുണ്ട്, 340 വരാറുണ്ട്, 350 വരാറുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ആക്ച്വലി നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡ്. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 280 അല്ലേ? നല്ല ഡിഫറൻസ് ഇല്ലേ? അതിനർത്ഥം ഇതല്ല യഥാർത്ഥ ഇക്വേഷൻ. അതായത് നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞു സൗണ്ട് ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി, അതായത് സൗണ്ട് ഇപ്പം ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ബൈ റോ ആണ്. ആക്ച്വലി ഇത് തെറ്റാണ്. ഈ ഒരു പ്രോസസ്സ് അല്ല നടക്കുന്നത്. കാരണം ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് എന്ത് പ്രോസസ്സാന്ന് പറയുന്നു? ഐസോതെർമൽ പ്രോസസ്സാണ്. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സാണോ? അല്ല കേട്ടോ. ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സ് അല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സ് അല്ല. ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആണ് ലാപ്ലേസ് കേട്ടോ. ലാപ്ലേസ് ആണ് ഇതിനകത്തുള്ള മിസ്റ്റേക്ക് കണ്ടെത്തിയത്. അതായത് അദ്ദേഹമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സൗണ്ടിൻ്റെ സ്പീഡ്, സൗണ്ട് ഒരു ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് 280 മീറ്റർ പെർ സെക്കൻഡ് അല്ല, അതിൽ കൂടുതലാണ്. അതിൻ്റെ കൂടുതലാവാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സ് ഐസോതെർമൽ അല്ല, അത് അഡയബാറ്റിക് ആണ്. ഐസോതെർമൽ പ്രോസസ്സ് അല്ല, മറിച്ച് അഡയബാറ്റിക്. ഇപ്പം നിങ്ങൾക്കറിയാം അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്ലാസ്ക് അല്ലേ, ഫ്ലാസ്ക് ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഉദാഹരണമാണ്. നമ്മളിപ്പോൾ ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ചൂട് അതുപോലെ തന്നെ, ആ ചൂടുവെള്ളത്തിൻ്റെ ചൂട് അതുപോലെ തന്നെ കുറേ ടൈം മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ? അത് എന്ത് ചെയ്യില്ല, അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് അത് സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. എത്ര ഹീറ്റാണോ ഉണ്ടായത് അതേ ഹീറ്റ് അത് എന്ത് ചെയ്യും? അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഉള്ള ഹീറ്റ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അത് സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതാ നോക്കിയേ, അക്കോർഡിംഗ് ടു ലാപ്ലേസ് വെൻ സൗണ്ട് ട്രാവൽസ് ഇൻ എ ഗ്യാസ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മീഡിയം ആർ അഡയബാറ്റിക്. അതായത് ലാപ്ലേസ് പറഞ്ഞു യഥാർത്ഥത്തിൽ സൗണ്ട് ഒരു മീഡിയത്തിലൂടെ, ഏതെങ്കിലും ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമൽ അല്ല, മറിച്ച് എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് എന്ത് ചെയ്തു? ഈ ന്യൂട്ടൻ്റെ ഫോർമുലയിൽ ചെറിയൊരു കറക്ഷൻ കൊണ്ടുവന്നു കേട്ടോ. അതായത് നമ്മുടെ ന്യൂട്ടൻ്റെ ഫോർമുല ഇതായിരുന്നു, കെ വെലോസിറ്റി എന്ന് പറയുന്നത് കെ ഐസോതെർമൽ ബൈ ഡെൻസിറ്റി. കെ ഐസോതെർമൽ ബൈ ഡെൻസിറ്റി ആണ്. അതിന് ഒരു ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു ഐസോതെർമൽ പ്രോസസ്സ് അല്ല ഇവിടെ നടക്കുന്നത്, ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഒരു പ്രോസസ്സ് അല്ല നടക്കുന്നത്, മറിച്ച് ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു സിസ്റ്റത്തിനകത്തുള്ള ഹീറ്റ് അത് സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ് സൗണ്ട് ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ അഡയബാറ്റിക് ബൈ റോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടു, വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ബൈ റോ ആണ്. ഇവിടെ പി അല്ല, പിയോടൊപ്പം നമ്മൾ മറ്റൊരു ടേമും കൂടെ ആഡ് ചെയ്യുന്നു, അത് ഗാമയാണ് കേട്ടോ. ഗാമ പി ബൈ റോ. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് സി പിയുടെയും സി വിയുടെയും റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് സി പി എന്നും എന്താണ് സി വി എന്നും നമുക്കൊന്ന് നോക്കണം.
നമുക്ക് കാണാം ഗാമ എന്ന് പറയുന്നത് സി പിയുടെയും സി വിയുടെയും റേഷ്യോ ആണ്. അപ്പോൾ എന്താണ് സി പി, എന്താണ് സി വി എന്ന് നോക്കാം. സി പി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കേട്ടോ, കോൺസ്റ്റന്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് സി പി. സി വി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ സി പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സി വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്നും എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നും നമ്മൾ മനസ്സിലാക്കണം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയൽ കറൻ്റ്ലി 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുവാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു എടുക്കുന്നു, അത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ എനിക്ക് 101 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. 100 അതിൻ്റെ ടെമ്പറേച്ചർ. ആദ്യം അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അളന്ന് നോക്കിയപ്പം 100. അത് 101 ആവാൻ എനിക്ക് നമുക്കറിയാമല്ലോ, ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വസ്തുവിലേക്ക് എന്തെങ്കിലും എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ അത് റേസ് ചെയ്യൂ. അപ്പോൾ 100 ആൾ 101 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എനർജി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഞാൻ കുറച്ച് ഹീറ്റ് എനർജി. ഓക്കെ, അപ്പം എത്ര ഹീറ്റ് ഞാൻ കൊടുത്തപ്പോഴാണോ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്തത്, അതായത് 100 നിന്ന് 101 ആവുക എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമല്ലേ. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കൂടാനായിട്ട് നമ്മൾ എത്ര ഹീറ്റ് എനർജി ആണോ പ്രൊവൈഡ് ചെയ്തത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കണം, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റിനെ നമ്മൾ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ അതാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ യൂണിറ്റ് നോക്കിയേ, ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂളാണ് അല്ലേ. ജൂള് ടെമ്പറേച്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. സോ ജൂൾ പെർ കെൽവിൻ ആണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതായത് ഇതുപോലെ തന്നെ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 101 ഡിഗ്രി സെൽഷ്യസ് ആവാനായിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 1 കിലോഗ്രാം ഉള്ള മെറ്റീരിയലാണ്. അതായത് 1 kg ഉള്ള ഒരു മെറ്റീരിയൽ എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 100-ൽ നിന്നും 101 ആക്കുന്നു. മനസ്സിലായോ? ഇതാണ് ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിൽ നമ്മൾ എടുക്കുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, അതിൻ്റെ മാസ് അതിനെപ്പറ്റി നമുക്ക് വലുതായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏതൊരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യുന്നു. കറണ്ട് ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നു, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. അതിൻ്റെ കറണ്ട് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ എത്ര ഹീറ്റ് എനർജി കൊടുക്കുന്നു, ഇതിനെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വ്യത്യാസമാണ്. നമ്മൾ 1 കിലോഗ്രാം ഉള്ള ഒരു വസ്തു എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാനായിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നു, ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ
നോക്കിയേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിൽ ഇക്വേഷൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെറ്റീരിയലിന് എത്രമാത്രം ഹീറ്റ് എനർജി കൊടുക്കണം അതിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാനായിട്ട്, അല്ലേ? ഇവിടുത്തെ ടെമ്പറേച്ചർ റേസ് ചെയ്യാനായിട്ട് എത്ര ഉള്ള ടെമ്പറേച്ചർ, അല്ലെ, എത്ര മാസമുള്ള വസ്തുവിൻ്റെ 1 kg മാസമുള്ള വസ്തുവിൻ്റെ, അല്ലേ? അപ്പം നമ്മൾ മാസും കൂടെ സ്പെസിഫൈഡ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, ഹീറ്റ് ബൈ ടെമ്പറേച്ചർ ഇൻറ്റു മാസ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഹീറ്റ് ബൈ ടെമ്പറേച്ചർ, ഹീറ്റിനെ എത്രമാത്രം ഹീറ്റ് എനർജി ഉണ്ടോ അതിനെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. ഇനി ഹീറ്റിനെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ മാസും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഹീറ്റ് ബൈ ടെമ്പറേച്ചർ ഇൻറ്റു മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നോക്കിയേ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ പെർ കെൽവിൻ ആണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഈ ഗാമ എന്താണ് എന്ന് പറയാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ, അതായത് നമ്മളിതുപോലെ ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതായത് 1 കിലോഗ്രാം ഉള്ള ഒരു വസ്തു എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നു എന്ന് നോക്കുന്നു. നമ്മൾ 1 കിലോഗ്രാം ഉള്ള ഒരു വസ്തു എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എത്ര ഹീറ്റ് കൊടുക്കുന്നു, ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ മെഷർ ചെയ്യുന്നു. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. റെപ്രസെന്റ് ചെയ്യുന്നത് സി എഴുതി താഴെ പി എഴുതണം. ഓക്കെ, സി പി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം. ഇതുപോലെ തന്നെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നു. അതായത് ഒരു മെറ്റീരിയൽ എടുക്കുന്നു, 1 kg ഉള്ള മെറ്റീരിയൽ എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ആവാൻ എത്ര ഹീറ്റ് കൊടുക്കും, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ആവാൻ എത്ര ഹീറ്റ് വേണമെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. ഇത് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ചെയ്യുന്നത്. അതായത് വോളിയം ഫിക്സ് ആക്കി വെക്കുന്നു, വോളിയം മാറ്റമില്ലാതെ ചെയ്യുന്നു. അപ്പം നമുക്കത് കിട്ടുന്നതാണ് സി വി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാമയാണ് ലാപ്ലേസ് തൻ്റെ ഇക്വേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലാപ്ലേസിൻ്റെ കേസിൽ നോക്കിയേ, വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റികളുടെ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുത്തപ്പം, ഈ ഗാമയുടെ വാല്യൂ വെച്ച് ഗാമ പി ബൈ റോ ചെയ്ത് നോക്കിയപ്പം അവർക്ക് കിട്ടിയത് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ വെച്ച് ചെയ്യുമ്പം അവർക്ക് 330 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കറക്റ്റ് ഇക്വേഷൻ എന്താണ്? ഒരു സൗണ്ട് വേവ് ഗ്യാസിലൂടെ പോകുമ്പോൾ ഉള്ള കറക്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ലാപ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷൻ ആണ്. ഇതിനെ മറ്റൊരു പേരും പറയും ലാപ്ലേസ് ന്യൂട്ടൺ കറക്റ്റഡ് ഫോർമുല. അതായത് ന്യൂട്ടൻ്റെ ഫോർമുല അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലേ, അതുകൊണ്ട് ഇതിനെ അങ്ങനെ അറിയപ്പെടാറുണ്ട്, ലാപ്ലേസ് ന്യൂട്ടൺ കറക്റ്റഡ് ഫോർമുല എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ത്രൂ ഗ്യാസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ അഡയബാറ്റിക് ബൈ റോ. കെ അഡയബാറ്റിക് എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലുണ്ടാകുന്ന ബൾക്ക് മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തൊക്കെയാണ്? വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻലി പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ, അതായത് ട്രാൻസ്വേഴ്സ് വേവ് ഡിഫറൻറ്റ് മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റിയാണ് ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു സോളിഡിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡിലൂടെ പാസ് ചെയ്യുമ്പം ആ ട്രാൻസ്വേഴ്സ് വേവിനുണ്ടാകുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഈക്വൽ റൂട്ട് ഓഫ് ഈറ്റ ബൈ റോ.
ഈറ്റ എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി തിരിച്ചും പറയാം കേട്ടോ. മോഡുലസ് ഓഫ് റിജിഡിറ്റിയെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പം ഒരു സോളിഡിൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ആണ് എടുക്കുന്നതെങ്കിൽ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ √T/m ആണ്. T എന്ന് പറയുന്നത് ഇവിടെ ആ വയറിലുണ്ടാവുന്ന ടെൻഷനാണ്. M എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മാസ് അല്ല, തിരിഞ്ഞു പോകരുത്, കാരണം പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. M എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാവുന്ന മാസാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇതിന് മറ്റൊരു പേരും പറയും കേട്ടോ. മാസ് പെർ യൂണിറ്റ് ലെങ്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ മാസ് ഡെൻസിറ്റി. ലീനിയർ മാസ് ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് ലെങ്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ മാസ് ഡെൻസിറ്റി. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ √T/m. ഓക്കെ, അടുത്തത് നോക്കാം. വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് സോളിഡിലാണ്, ഏതെങ്കിലും ഒരു എക്സ്റ്റെൻഡഡ് സോളിഡ് അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുമ്പം ഉള്ളൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ B = K/4/3 η/ρ എന്നാണ്. ഇവിടെ ഈ K എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക, ബൾക്ക് മോഡുലസ് ആണ്. 4/3 ഈറ്റ എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആണ്. റോ ഡെൻസിറ്റി ആണ്. ഇവിടെ ഈ ന്യൂമറേറ്ററിൽ വരുന്ന ടേം ആയിട്ടുള്ള K+4/3 ഈറ്റയെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി. ചോദിച്ചിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ? ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഇലോങ്ങേഷണൽ ഇലാസ്റ്റിസിറ്റി Kയുടെ വാല്യൂ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് പ്ലസ് 4/3 റിജിഡിറ്റി മോഡുലസ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ ലോങ് റോഡ്, നമ്മൾ നീളമുള്ള ഒരു കമ്പി എടുത്തു കഴിഞ്ഞാൽ ആ നീളമുള്ള കമ്പിയിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √Y/ρ. ഇവിടെ Y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുക്കുമ്പം നമുക്കൊരു ലോങ് റോഡിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഏതെങ്കിലും ഒരു ലിക്വിഡിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിൻ്റെ കേസിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √K/ρ ആണ്. വെലോസിറ്റി ഇക്വേഷൻ √K/ρ. ഓക്കെ, അടുത്തത്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഏതെങ്കിലും ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ വെലോസിറ്റി √K/ρ. ഇവിടെ K എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് സൗണ്ട് ഒരു ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുമ്പം അവിടെ നടക്കുന്നത് ഒരു ഐസോതേർമൽ പ്രോസസ് ആണ്. അപ്പോൾ ഈ ഒരു ഐസോതേർമൽ പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് വെലോസിറ്റിയെ എന്തെന്ന് എഴുതാം? √ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി. ഈ ബൾക്ക് മോഡുലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതൊരു ഐസോതേർമൽ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ഐസോ എന്ന് നമ്മൾ കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതിയാൽ നമുക്ക് കിട്ടും √P/ρ. ആക്ച്വലി ഇത് കറക്റ്റ് ആണോ? അല്ല കേട്ടോ. ന്യൂട്ടൺ ചെയ്ത ഈ ഒരു എക്സ്പെരിമെൻ്റ് തെറ്റായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ഗ്യാസിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പം അതൊരു ഐസോതേർമൽ പ്രോസസ്സ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ഐസോതേർമൽ അല്ല, അഡയബാറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 280 ആണ് കിട്ടിയത്. ഇത് തെറ്റാണ്. 330ക്കും 350ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ കറക്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ലാപ്ലേസ്. അതുകൊണ്ട് ലാപ്ലേസ് ചെയ്ത എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്. അദ്ദേഹം ഈ പരീക്ഷണം നോക്കിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതേർമൽ അല്ല, മറിച്ച് എന്താണ്? അഡയബാറ്റിക് ആണ്. പ്രോസസ്സ് എന്താണ്? അഡയബാറ്റിക് ആണ്. അതായത് സൗണ്ട് ഒരു ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ആ മീഡിയത്തിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം ലാപ്ലേസ് ഒരു ഫോമുല ഇവിടെ യൂസ് ചെയ്തു. ആ ലാപ്ലേസ് യൂസ് ചെയ്ത ഫോമുലയാണ് √K/ρ. K/ഡയബാറ്റിക് എന്ന് പറയുമ്പോൾ അഡയബാറ്റിക്കിൽ ഉണ്ടാകുന്ന ബൾക്ക് മോഡുലസിനെ നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷനിൽ എഴുതാം √P/ρ. ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടതാണ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, നമ്മൾ 1 kg ഉള്ള ഒരു
മെറ്റീരിയൽ എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഹീറ്റ് കൊടുക്കണം, എത്ര ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ആവുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറിലും കാൽക്കുലേറ്റ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് വോളിയത്തിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെയും റേഷ്യോ ആണ് ഗാമ എന്ന് പറയുന്നത്. സോ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും √Γ p/ρ. ഓക്കെ, ഇതാണ് അപ്പോൾ കറക്റ്റ് ഇക്വേഷൻ. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ലാപ്ലേസ് ഫോർമുലയാണ്. ലാപ്ലേസ് ഫോർമുല അല്ലെങ്കിൽ പറയാം ലാപ്ലേസ് കറക്റ്റഡ് ന്യൂട്ടൺ ഫോർമുല. ലാപ്ലേസ് കറക്റ്റ് ചെയ്ത ന്യൂട്ടൻ്റെ ഫോർമുല, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുള്ളത് ന്യൂട്ടൺ ലാപ്ലേസ് ഫോർമുല. ഇങ്ങനെയാണ് കേട്ടോ. ഈ 3 പേരിലും അറിയപ്പെടുന്നത് സെയിം ആണ്, മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സൗണ്ട് ഒരു ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഗ്യാസസ്. പല PSC പരീക്ഷകളിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു സൗണ്ട് ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ് സൗണ്ട് ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് √Γ p/ρ. അല്ലേ? അപ്പോൾ ഈ വെലോസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഓൺ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വെലോസിറ്റി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രഷറിൻ്റെ ടേം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രഷർ ഒരിക്കലും സൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ അല്ല. അതായത് സൗണ്ടിൻ്റെ സ്പീഡിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഫാക്ടർ അല്ല. ഇക്വേഷനിൽ 2 ന്യൂമറേറ്ററിലാണ് വരുന്നത്, കാരണം വെലോസിറ്റിയുടെ അതേ സൈഡിൽ തന്നെയല്ലേ നമുക്ക് പ്രഷറും വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തോന്നും, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പ്രഷർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും സൗണ്ടിൻ്റെ സ്പീഡിന് ചേഞ്ച് ഇല്ല. സോ എഫക്റ്റ് ഓഫ് പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷറിന് നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡിൽ ഒരു എഫക്റ്റും ഇല്ല. പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഓൺ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്. ഒരു സൗണ്ട് ഗ്യാസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷറിന് അതിൻ്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് എഫക്റ്റ് ഓഫ് ഡെൻസിറ്റിയുമായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റിയും ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നതും ഡെൻസിറ്റിയുടെ റൂട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ മീനിങ് എന്താ? ഡെൻസിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? വെലോസിറ്റി കൂടും, അല്ലേ? രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കാരണം ഒരാൾ ഇതാ മുകളിൽ കിടക്കുന്നു, അടുത്ത ആൾ താഴെ കിടക്കുന്നു. അതുകൊണ്ട് 2 റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ ഡെൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വെലോസിറ്റി കുറയും. അപ്പോൾ രണ്ടുപേരും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയും ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/ρ. അപ്പോൾ അതിൻ്റെ ഒരു 2 റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്തൊരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് മീഡിയത്തിലെ വെലോസിറ്റി v1 ആണെന്ന് വിചാരിക്കാം, അതിൻ്റെ ഡെൻസിറ്റി ρ1 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് മീഡിയത്തിൻ്റെ വെലോസിറ്റി v2 ആണ്. സെക്കൻഡ് മീഡിയത്തിലൂടെ നമ്മുടെ സൗണ്ട് മൂവ് ചെയ്തപ്പോൾ ഉള്ള വെലോസിറ്റി v2 ആണ്, അതിൻ്റെ ഡെൻസിറ്റി ρ2 ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ ഒന്ന് എഴുതിയേ. ഫസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടു. v1 എന്തിന് പ്രൊപ്പോർഷനാണ്? 1/√ρ1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v2 എന്തിന് പ്രൊപ്പോർഷനാണ്? 1/√ρ2. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ v1 എന്ന് പറയുന്നത് 1/√ρ1, v2 എന്ന് പറയുന്നത് 1/√ρ2. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും ഡിവൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? v1/v2. റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഉണ്ട്, രണ്ടിടത്തും പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഉള്ളത് കൊണ്ട് നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ,
അപ്പോൾ ഇതാ നോക്കിയാൽ രണ്ടിടത്തും പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിൽ നിങ്ങൾ നോക്കിയേ അല്ലെ, ഒരുമിച്ച് എഴുതിയിട്ട് അവസാനം ക്യാൻസൽ ചെയ്ത് കാണിക്കും. നമ്മൾ ഫസ്റ്റ് വൺ എഴുതുന്നു 1 റോ 1/√ρ 1, ഓക്കെ, ബൈ റോ 1/√ρ 2. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി രണ്ടിടത്തും നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി V1/V2 എന്ന് പറയുന്നത് 1/√ρ1/1/√ρ2. ഇങ്ങനല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ ഫ്രാക്ഷൻ അതുപോലെ ഇട്ടിട്ട് ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V1/V2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ന്യൂമറേറ്ററിലെ 1/√ρ1 അതുപോലെ ഇടാം, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ √ρ2/1, അപ്പോൾ √ρ2/√ρ1. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി V1/V2 എന്ന് പറയുന്നത് √ρ2/√ρ1. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തൊന്നും നമുക്ക് റൂട്ട് കോമൺ ആയിട്ട് എടുത്തുകൂടെ. റൂട്ട് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും V1/V2 എന്ന് പറയുന്നത് √ρ2/ρ1. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. V1/V2 എന്ന് പറയുന്നത് √ρ2/ρ1. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ എന്താ കൊടുത്തിരിക്കുന്നത്. V1/V2 എന്ന് പറയുന്നത് √ρ2/ρ1. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി, ഫസ്റ്റ് കേസ് നമ്മൾ നോക്കി, ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾ ആ പി വെച്ചിട്ട് ചിലപ്പം കൺഫ്യൂഷൻ ആയിപ്പോകും. കാരണം √Γ/P/ρ അല്ലേ കറക്റ്റ് ഇക്വേഷൻ. ക്വസ്റ്റ്യനകത്ത് പി ഉണ്ട്, പക്ഷേ ഇക്വേഷനകത്ത് പി ഉണ്ട്, പക്ഷെ മനസ്സിലാക്കി വെക്കുക, പ്രഷറിന് ഒരിക്കലും സൗണ്ടിൻ്റെ സ്പീഡ് കൂട്ടാനോ സൗണ്ടിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ പറ്റില്ല കേട്ടോ. പ്രഷറിന് സ്പീഡിനെ അഫക്റ്റ് ചെയ്യില്ല. അടുത്ത നമ്മൾ കണ്ടു ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ സൗണ്ടിന് എന്തായിരിക്കും, വെലോസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവുള്ളിടത്ത് സൗണ്ടിന് എന്തും കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലുമായിരിക്കും. അപ്പം വെലോസിറ്റിയും ഡെൻസിറ്റിയും ഇൻവേഴ്സ് റിലേഷനാണ്. ആ റിലേഷൻഷിപ്പും കൂടെ മനസ്സിലാക്കി വെക്കുക. വെലോസിറ്റി എന്ന് പറയുന്നത് 1/√ρയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, വെലോസിറ്റിയും റൂട്ട് ഓഫ് ഡെൻസിറ്റിയും ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, V പ്രൊപ്പോർഷണൽ ടു 1/√ρ. ഇത്രയും ഓക്കെ അല്ലേ. അടുത്തത് നമുക്ക് നോക്കാം എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചറുമായിട്ടുള്ള എഫക്റ്റ് എന്താണ്. അപ്പോൾ ടെമ്പറേച്ചറുമായിട്ടുള്ള എഫക്റ്റ് നമ്മുടെ നേരത്തേനകത്ത് Γp തന്നെ കിട്ടിയത്, Γp/ρ. അവിടെ ആ പിക്ക് പിയുടെ കേസിൽ NRTയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് പിന്നെ ഇവിടുത്തെ റോയ്ക്കകത്തെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തിരിക്കും. നമ്മൾ അത്രയും പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടുത്തെ കേസിൽ വെലോസിറ്റിയും ടെമ്പറേച്ചറിൻ്റെ റൂട്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. നമ്മൾ നേരത്തെ കണ്ടു, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും, വെലോസിറ്റി കുറയുന്നു. ഡെൻസിറ്റിയും വെലോസിറ്റിയും ഇൻവേഴ്സ് റിലേഷനാണ്. V പ്രൊപ്പോർഷണൽ ടു 1/ρ ആണ്. ഓക്കെ, പക്ഷേ വെലോസിറ്റിയും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വെലോസിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ ഇക്വേഷനിൽ എങ്ങനെ എത്തിയെന്ന് നോക്കാം. ഫസ്റ്റ് മീഡിയത്തിൻ്റെ വെലോസിറ്റി T1 ആണ്. സെക്കൻഡ് മീഡിയത്തിൻ്റെ വെലോസിറ്റി, ഓക്കെ, ഫസ്റ്റ് ഒരു മീഡിയത്തിൽ ട്രാവൽ ചെയ്ത സമയത്ത് അതിൻ്റെ വെലോസിറ്റി V1ഉം ടെമ്പറേച്ചർ T1 ആണ്. അടുത്ത കേസിൽ വെലോസിറ്റി V2ഉം ടെമ്പറേച്ചർ T2 ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് എഴുതാം V പ്രൊപ്പോർഷണൽ ടു T. അങ്ങനെയാണെങ്കിൽ V1 എന്തിന് പ്രൊപ്പോർഷനാണ്, √T1ന് പ്രൊപ്പോർഷനാണ്. V1 പ്രൊപ്പോർഷണൽ ടു √T1, V2 പ്രൊപ്പോർഷണൽ ടു √T2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടും V1/V2 പ്രൊപ്പോർഷണൽ √T1 പ്രൊപ്പോർഷണൽ √T2. രണ്ടിടത്തും പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1/V2 എന്ന് പറയുന്നത് √T1/T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. V1/V2 = √T1/T2.
ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പം വെലോസിറ്റിയുടെ ഇക്വേഷനാണ്, അതായത് വെലോസിറ്റി ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. വെലോസിറ്റി ഈസ് ഡയറക്ട്ലി v1/v2 ഈസ് ഈക്വൽ ടു √T1/T2. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം കയറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രോബ്ലങ്ങൾ കയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സെക്ഷനിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അടുത്ത നോക്കാം, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. അതായത് ഇപ്പം നമ്മൾ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടില്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, വെലോസിറ്റിയുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നമ്മൾ ആൽഫ എന്നാണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും, ഇങ്ങനെയും നമ്മൾ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T മൈനസ് വെലോസിറ്റി അറ്റ് എ ടെമ്പറേച്ചർ 0/T. അതായത് നമ്മൾ T ടെമ്പറേച്ചറിലുള്ള വെലോസിറ്റി മെഷർ ചെയ്യുന്നു, T കെൽവിനിലുള്ള വെലോസിറ്റി മെഷർ ചെയ്യുന്നു, അതിനുശേഷം 0 കെൽവിനിലുള്ള വെലോസിറ്റി മെഷർ ചെയ്യുന്നു. T കെൽവിനിലുള്ള വെലോസിറ്റിയെ നമുക്ക് VT എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. T കെൽവിൻ ആണെങ്കിൽ VT, വെലോസിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T കെൽവിനിലുള്ള വെലോസിറ്റി VT ആണ്, 0 കെൽവിനിലുള്ള വെലോസിറ്റി V0 ആണ്. അങ്ങനെ ആണെങ്കിൽ ആൽഫ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ T ടെമ്പറേച്ചറിൽ കിട്ടിയ വെലോസിറ്റിയിൽ നിന്നും 0 കെൽവിൻ ടെമ്പറേച്ചറിൽ കിട്ടിയ വെലോസിറ്റിയെ കുറയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ ഒരു ടൈം ഡിഫറൻസ് എടുക്കത്തില്ലേ, ആ ടൈം ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കിട്ടുന്നത്. എയറിലൂടെ ആകുമ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റെ യൂഷ്വൽ വാല്യൂ എന്ന് പറയുന്നത് 0.61 m/s ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ആണ്. എന്തിൻ്റെ വാല്യൂ, എയറിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പഠിച്ചു വെക്കുക. 0.61 m/s റേസ് ടു -1 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഹ്യൂമിഡ് എയറിലൂടെ സൗണ്ട് എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഇപ്പം നമ്മൾ തന്നെ നല്ല മഞ്ഞൊക്കെ ഉള്ള, ഇപ്പോൾ ഒരു നവംബർ ഡിസംബർ മന്തൊക്കെ അല്ലേ, അപ്പം നല്ല മഞ്ഞുള്ള സമയമല്ലേ. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ട്രെയിനിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ നല്ല ഉച്ചത്തിൽ കേൾക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രിയിലായാലും നല്ല തണുപ്പുള്ള സമയത്ത് രാത്രിയിലായാലും പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. സോ ഹ്യൂമിഡിറ്റിയിലെ കേസ് ഇങ്ങനെയാണ്. ഹ്യൂമിഡ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പർ കൂടുതലാണ്, അല്ലെങ്കിൽ അന്തരീക്ഷം കൂടുതൽ മോയിസ്റ്റ് ആണെങ്കിൽ സൗണ്ട് എന്ത് ചെയ്യും, ഈ മോയിസ്റ്റ് എയറിലൂടെ, നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള എയറിലൂടെ സൗണ്ട് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യും. സോ സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ മോയിസ്റ്റ് എയർ. മോയിസ്റ്റ് എയറിലൂടെ അല്ലെങ്കിൽ ഹ്യൂമിഡ് എയറിലൂടെ സൗണ്ട് എപ്പോഴും നല്ല വേഗത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ എയറിലൂടെ ആണെങ്കിലോ ഒന്ന് നോക്കിയാൽ, ഡ്രൈ എയർ എന്ന് പറയുമ്പം അവിടെ ഹ്യൂമിഡിറ്റി ഇല്ല. അപ്പോൾ ഡ്രൈ എയറിലൂടെ സൗണ്ട് എന്ത് ചെയ്യും, സ്ലോയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സൗണ്ട് സ്ലോയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമിഡ് എയറിലൂടെ അല്ലെങ്കിൽ മോയിസ്റ്റ് എയറിലൂടെ സൗണ്ട് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്നു, പക്ഷേ ഡ്രൈ എയറിലൂടെ സൗണ്ട് എപ്പോഴും സ്ലോയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, എഫക്റ്റ് ഓഫ് വിൻഡ്. വിൻഡിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്? ഇഫ് ദ വിൻഡ് ബ്ലോസ് വിത്ത് എ വെലോസിറ്റി ഒമേഗ ഇൻ എ ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഡയറക്ഷൻ ഓഫ് സൗണ്ട്. അതായത് സൗണ്ട് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സൗണ്ട് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതേസമയം നമ്മുടെ വിൻഡ് ബ്ലോ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിൽ. ഓക്കെ, സൗണ്ട് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വിൻഡ് മറ്റൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇതിനിടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇനിയിപ്പം ആ വിൻഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് കേട്ടോ, വിൻഡ് ബ്ലോ ചെയ്യുന്ന വെലോസിറ്റിയാണ് ഒമേഗ, വിൻഡിൻ്റെ വെലോസിറ്റി. അങ്ങനെ ആണെങ്കിൽ
സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആദ്യം നമ്മുടെ സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വീശുന്നു. അപ്പോൾ കാറ്റ് വീശുന്ന സമയത്ത് ആ കാറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഓൾറെഡി ആദ്യം സൗണ്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു, കാറ്റും കൂടെ വീശുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സൗണ്ടിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ആദ്യം ഉണ്ടായ വെലോസിറ്റി ആയിരിക്കുമോ? ആദ്യം അതിനൊരു വെലോസിറ്റി ഉണ്ടായിരുന്നു, അതിലൊരു ചെറിയ മാറ്റം വരും. അതായത് ഇപ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാവുന്ന വെലോസിറ്റി, ആദ്യം അത് വി വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കുക, നമ്മുടെ സൗണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വി വെലോസിറ്റിയോടൊപ്പം ഒമേഗ കോസ് തീറ്റയും കൂടെ ആഡ് ചെയ്യുന്നു. ഒമേഗ എന്താണ്? നമ്മുടെ വിൻഡിൻ്റെ വെലോസിറ്റി, വിൻഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഒമേഗ. തീറ്റ എന്ന് പറയുന്നത് ഈ വിൻഡിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ഡയറക്ഷനും ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതിൻ്റെ കോസ് വാല്യൂ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒമേഗ കോസ് തീറ്റ പ്ലസ് വി ആണ് പുതിയ വെലോസിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതാ നോക്കിയേ, ഏതൊക്കെയാണ് ഒരു സൗണ്ടിനെ, ഒരു സൗണ്ട് ഗ്യാസിലൂടെ മൂവ് ചെയ്യുമ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് ഇത് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ പ്രഷർ കൂടുതലാണെങ്കിലും പ്രഷർ കുറവാണെങ്കിലും ഒന്നും തന്നെ സൗണ്ടിൻ്റെ സ്പീഡ് മാറില്ല. സൗണ്ടിൻ്റെ സ്പീഡ് കൂടുകയോ സൗണ്ടിൻ്റെ സ്പീഡ് കുറയുകയോ ഒന്നും തന്നെ ചെയ്യില്ല. പ്രഷറിന് എന്തിനകത്തൊരു എഫക്റ്റ് ഇല്ല? സൗണ്ടിനകത്ത് ഒരു എഫക്റ്റ് ഇല്ല. സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിക്കും വെലോസിറ്റിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്? ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. വെലോസിറ്റി എന്ന് പറയുന്നത് 1/√ ഡെൻസിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡെൻസിറ്റിയുടെ ഇൻവേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ρ. ഡെൻസിറ്റിയുടെ റൂട്ടിൻ്റെ 1/√ρ കേട്ടോ. ഡെൻസിറ്റിയുടെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വെലോസിറ്റി. അതായത് ഡെൻസിറ്റി കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും, ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറും വെലോസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റൂട്ട് ഓഫ് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഈ ടെമ്പറേച്ചർ നമ്മൾ കെൽവിനിലുള്ള ടെമ്പറേച്ചറാണ് കേട്ടോ. എപ്പോഴും ഓർത്ത് വെക്കണം, എപ്പോഴും ടെമ്പറേച്ചറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിനാണ്. അതായത് ഡിഗ്രി സെൽഷ്യസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനോടൊപ്പം 273 കൂടെ ആഡപ്പ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഎഫിഷ്യൻ്റ് ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. അതായത് നമ്മളിപ്പോൾ ഒരു കെൽവിൻ, T കെൽവിനിലുള്ള ഒരു ടെമ്പറേച്ചറിൽ അവിടുത്തെ വെലോസിറ്റി VT ആയിട്ട് എടുക്കുന്നു. T ടെമ്പറേച്ചറിൽ നമ്മൾ വെലോസിറ്റി നോക്കുമ്പോൾ നമുക്ക് VT ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. 0 കെൽവിനിലെ വെലോസിറ്റി V0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് VT - V0യെ ടെമ്പറേച്ചർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. VT - V0/T. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയറിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ 0.61 m/s ഡിഗ്രി സെൽഷ്യസ് (-1) ആണ് എയറിൻ്റെ കേസിലെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡ് എയർ ആണെങ്കിൽ സൗണ്ട് എന്ത് ചെയ്യും? ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി ഡ്രൈ എയർ ആണെങ്കിൽ സൗണ്ട് വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി വിൻഡിനുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂഷ്വലി സൗണ്ട് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്തപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള വെലോസിറ്റി V ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സമയത്ത് അവിടോട്ടൊരു വിൻഡ് വീശുന്നു അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുന്നു. അപ്പോൾ ഈ കാറ്റ് വീശുമ്പം കാറ്റിനുണ്ടാവുന്ന വെലോസിറ്റി, അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ഒമേഗയാണ്. ആ കാറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ ഈ വിൻഡിൻ്റെ ഡയറക്ഷനും സൗണ്ടിൻ്റെ ഡയറക്ഷനും ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ പുതിയ വെലോസിറ്റി, സൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വെലോസിറ്റി V' എന്ന് പറയുന്നത് V + ഒമേഗ കോസ് തീറ്റയാണ്. അതായത് ആദ്യം എത്ര വെലോസിറ്റി ആണോ ഉണ്ടായത് പ്ലസ് ഒമേഗ × കോസ് തീറ്റ ചെയ്യുമ്പം സൗണ്ടിന് കിട്ടുന്ന പുതിയ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.